ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള സമയം പ്രിയ മാറ്റുമെങ്കിൽ ദൈവജനം സംസാരിക്കും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. കൃപയിൻ അത്യന്ത ധനം മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പകി, നല്ല ഫലങ്ങൾ നൽകുവാൻ വൻ കൃപ ചൊരിഞ്ഞു നൽകി, സത്യസഭയെ പോറ്റുവാൻ നൽവരങ്ങൾ പകർന്നു നൽകി. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോ വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപേൻ അത്യന്ത ധനം. ഹല്ലേലൂയ. മൺപാത്രങ്ങളിൽ പകർന്നോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവും നമ്മുടെ ദൈവവുമായവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം വളരെ കുറവാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. ആദ്യത്തെ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിച്ചു. പിന്നത്തെ ദിവസം നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ കാര്യം ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു. നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യുന്നതെല്ലാം ദൈവസ്നേഹത്തിൽ നിന്നായിരിക്കണം. നമ്മുടെ മോട്ടിവേഷൻ ഷുഡ് ബി ദ ലവ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചുരുക്കമായി പറയുവാനായിട്ട് കർത്താവ് കൃപ തന്നു. ഹല്ലേലൂയ. ഈ ദേശത്ത് വന്നിട്ട് കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ കർത്താവ് തന്ന അവസരങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ സഭയ്ക്കായി നന്ദി പറയുന്നു. നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട്, ഞങ്ങളിവിടെ വന്നതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്വം കൂടെ കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ തന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വാക്കുവിന് വേണ്ടി പറയുവല്ല കേട്ടോ. ഹല്ലേലൂയ. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ എത്ര അധികമായി പ്രാർത്ഥിക്കണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളെയും ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വേറൊരു കാര്യം ചിന്തിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം. റോമർ 1:8. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം സകല ലോകത്തിനും പ്രസിദ്ധമായിരിക്കുന്നു. ഹല്ലേലൂയ. I thank my God through Jesus Christ for you all, that your faith is spoken of throughout the whole world. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. 1 Thessalonians 1:8. Hallelujah. For from you the word of the Lord has sounded forth, not only in Macedonia and Achaia, but also in every place. Your faith toward God has gone out. To every place your faith toward God has gone out. Hallelujah, hallelujah, hallelujah. നമ്മളെക്കുറിച്ചും ഈ സഭയെപ്പറ്റിയും പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുവാൻ ഇടവരട്ടെ. Hallelujah. Your faith has gone to the whole world. Hallelujah, hallelujah. എന്താണ് ഈ വിശ്വാസം? ഹല്ലേലൂയ. പെട്ടെന്ന് ചുരുക്കത്തിൽ ഹല്ലേലൂയ അതിനെപ്പറ്റി, ആ വിശ്വാസത്തിനെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എന്നാൽ ആ ക്ലോക്ക് എന്നെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് വിശ്വാസം? ഹല്ലേലൂയ. എല്ലാ മനുഷ്യർക്കും ഉണ്ട് വിശ്വാസം, അല്ലേ? എല്ലാ മനുഷ്യർക്കും ഉണ്ട് വിശ്വാസം, പല രീതിയിലുള്ള വിശ്വാസം. എന്നിട്ട് പറയും നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. നമ്മൾ പലതും ചെയ്യുന്ന വിശ്വാസത്തില്ല, കണ്ടിട്ടല്ല, അല്ലേ? എല്ലാം വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. എന്നാൽ ആ വിശ്വാസമാണോ ഇവിടെ യുവർ ഫെയ്ത്ത് ഹാസ് ഗോൺ ഔട്ട് ത്രൂ ഔട്ട് ദ വേൾഡ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണോ? അല്ല. ഹല്ലേലൂയ. ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്
ഹല്ലേലൂയ. ഈ വിശ്വാസം ത്രൂ ഔട്ട് ദ വേൾഡ് പോകണമെന്നാണ്. ഹല്ലേലൂയ. അതിനായിട്ട് നമ്മളായിട്ട് അങ്ങ് പോകാൻ ശ്രമിക്കണ്ട, നമ്മളായിട്ട് പരസ്യപ്പെടുത്തുകയല്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്താണ് വിശ്വസിക്കേണ്ടത്, എന്താണ് വിശ്വസിക്കുന്നത്, എങ്ങനെയാണ് ഈ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നത്, ഈ വിശ്വാസത്തിൻ്റെ ആവശ്യം എന്താണ്? 3 കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിക്കാം, സമയമുണ്ടെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുക. എന്താണ് ഈ വിശ്വാസം, എങ്ങനെ ഈ വിശ്വാസത്തിൽ ഗ്രോ ചെയ്യാം, എന്തിനു വേണ്ടിയാണ് ഈ വിശ്വാസം? ഹല്ലേലൂയ. എന്നുവരെ ഈ വിശ്വാസം വേണം? ഹല്ലേലൂയ. വിശ്വാസം എന്ന വാക്ക് നമ്മൾ ഇന്ന് ലോകത്തിലെടുത്തിട്ട് ഭയങ്കരമായിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ കാര്യം നേടാൻ വേണ്ടിയുള്ള ഒരു കാര്യമായി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിനെ എടുത്ത് ഉപയോഗിക്കുന്നു. ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം നേടത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും നേടും. എന്നാൽ പ്രൈമറിലി ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വിശ്വാസം അതാണോ ഇല്ലയോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയക്കുറവുകൊണ്ട് കൂടുതലൊന്നും പോകുന്നില്ല. നമുക്ക് പുറപ്പാട് പുസ്തകം, പഴയ നിയമത്തിലോട്ട് പോകണം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6ഉം 7ഉം ഒന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6ഉം 7ഉം. എക്സോഡസ് ചാപ്റ്റർ 6 വേഴ്സ് 6 and 7. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ എന്തോ പറയുന്നത്? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുക, ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുകൊണ്ട് അങ്ങ് തീരുക. എന്നാൽ നമ്മൾ പഴയ നിയമത്തിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ ഡെപ്ത് അറിയുന്നത്. ഹല്ലേലൂയ. ഈ രക്ഷിക്കപ്പെടുമ്പോൾ ഉള്ള വിശ്വാസം, ഈ വിശ്വാസമാണ്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ ഉള്ള ഈ വിശ്വാസമാണ് ലോകം മുഴുവൻ പ്രസിദ്ധമാകുന്നെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്ന് നോക്കാം. ഹല്ലേലൂയ. ഇവിടെ 4 കാര്യങ്ങൾ പൗലോസ് ദൈവം മോശയോട് പറയുകയാണ് ഇസ്രായേൽ മക്കളോട് പറയാനായിട്ട്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ ബാക്ക്ഗ്രൗണ്ട്, അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്ന ഒരവസ്ഥയാണ്. മിസ്രൈം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മിസ്രൈം എന്ന് പറയുമ്പോൾ സിംബോളിക്കലി അത് പാപം, ലോകം, ജഡം, സാത്താൻ. ഹല്ലേലൂയ. 4 കാര്യങ്ങളെ കാണിക്കുകയാണ് മിസ്രൈം എന്ന് പറയുമ്പോൾ: പാപം, ലോകം, ജഡം, സാത്താൻ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, ഹല്ലേലൂയ, അത് നമുക്കിന്ന് നോക്കുമ്പോൾ ഈ 4 കാര്യത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. രക്ഷയുടെ ഒരു അനുഭവം, രക്ഷിക്കപ്പെടുമ്പോൾ എന്തൊക്കെയാണ് നടക്കേണ്ടത്, എന്താണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഹൂദന്മാർ ഈ വാക്യം അവരുടെ പെസഹായിക്കും ഒക്കെ ഓരോ കപ്പ് എടുക്കുമ്പോഴും ഒക്കെ ഇത് ഓരോന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് വിശ്വാസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് അതിലോട്ട് ഞാൻ പോകുന്നില്ല. ആദ്യത്തെ കാര്യം, ഐ ആം ദ ലോർഡ്, ഞാൻ യഹോവയാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക, ഐ വിൽ ബ്രിങ് യു ഔട്ട് ഫ്രം ഈജിപ്റ്റ്, ഫ്രം അണ്ടർ ദ ബർഡൻസ് ഓഫ് ദി ഈജിപ്ഷ്യൻസ്. ഞാൻ നിന്നെ ഈ മിസ്രൈമിൻ്റെ ഊഴവേരിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പാപം, ജഡം, പിശാച്, ലോകം, ഇതിൽ നിന്ന് നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഇതിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നവൻ ആയിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനം 12:1-2, റോമർ 12:1-2 ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? Hallelujah, hallelujah. Do not be conformed to this world, but be transformed by the renewing of your mind. നമ്മളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ ഭയങ്കര ഡെപ്താണ് ഈ വാക്യത്തിന്,
ഭയങ്കര ഡെപ്താണ്. ഇന്ന് ഒരു മണിക്കൂറോ അല്ല ഇന്ന് മുഴുവൻ പറഞ്ഞാലും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ അതിന് ശ്രമിച്ച് പരാജയപ്പെടുന്നില്ല. എന്നാൽ ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിനോടുള്ള ഒരു മനോഭാവം എന്തായിരിക്കണം? ലോകത്തിൻ്റെ രീതിയോട് കൺഫേം ചെയ്ത് ജീവിക്കുവാൻ സാധ്യമല്ല. അപ്പോഴാണ് ലോകം നമ്മളിൽ ഒരു വ്യത്യസ്തത കാണുന്നത്. വ്യത്യസ്തരാകാൻ വേണ്ടി വ്യത്യസ്തത കാണിക്കണ്ട. വ്യത്യസ്തത കാണിക്കണ്ട. മറിച്ച് നമ്മൾ ഏതിൽ നിന്നാണ് നമ്മളെ ദൈവം യേശു ക്രിസ്തുവിൽ കൂടി വിടുവിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ അതെന്നേക്കുമായി നമ്മൾ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിത രീതി, നമുക്ക് രണ്ടും വള്ളത്തേൽ കാല് ചവിട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടതിന് എന്നോട് ഞാൻ ഒരു അപ്പച്ചനോട് സുവിശേഷം പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ എനിക്ക് കള്ള് കുടിക്കാമോ സിഗരറ്റ് വലിക്കാമോ? ഞാൻ പറഞ്ഞു, കള്ള് കുടിക്കരുത് സിഗരറ്റ് വലിക്കരുതെന്ന് ഇവിടെ പറയുന്നൊന്നുമില്ല. അപ്പച്ചൻ തീരുമാനിച്ചോളാൻ പറഞ്ഞു. കള്ള് കുടിക്കുമോ സിഗരറ്റ് വലിക്കത്തില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പറയാൻ പറ്റും, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരു 30 സിഗരറ്റ് ഒരു ദിവസം 22ാമത്തെ വയസ്സ് തൊട്ട് 40, യൂത്തിന് നല്ല സാക്ഷ്യമല്ല, 42ാമത്തെ വയസ്സ് വരെ വലിച്ചൊരാളാണ് ഞാൻ. എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നു, നിങ്ങൾ വലിക്കരുത്, കുടിക്കരുത്. അപ്പോൾ എൻ്റെ റൂംമേറ്റ് എന്നോട് പറഞ്ഞു, എടാ നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നീ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവും. അവനെന്തോ പ്രവചിച്ചു പറഞ്ഞാന്ന് തോന്നുന്നു. അതങ്ങനെ തന്നെയായി. ഹല്ലേലൂയ. എന്നാൽ 42ാമത്തെ വയസ്സിൽ, അത് ഞാൻ പറയാം ഏത് വാക്യം എന്നോട് സംസാരിച്ചാൽ, 42ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ കൃപ തോന്നി രക്ഷയിലേക്ക് വന്നതിന് ശേഷം ഇത് പൂർണ്ണമായി ഉപേക്ഷിക്കുവാനായിട്ട് കർത്താവിന് കൃപ ചെയ്തു. ഹല്ലേലൂയ. അന്നുണ്ടായിരുന്ന ബന്ധങ്ങൾ, ഹല്ലേലൂയ. ഞാൻ റോട്ടറി ക്ലബിൻ്റെ ട്രഷററായിരുന്നു. അടുത്ത കൊല്ലം വൈസ് പ്രസിഡൻ്റ് ആകാമെന്ന ഒരു സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എനിക്ക് പിന്നെ ക്ലബിൽ പോയിരുന്നിട്ട് ഒരു രസവും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇത് ഒരു റെസിഗ്നേഷൻ എഴുതി കൊടുത്തേക്കാം. ഞാൻ എഴുതി, ഞാൻ ഇനിയും തൊട്ട് വരുന്നില്ല. ഒരു പട ഓഫീസിലോട്ട് വന്നു എൻ്റെ. അങ്ങനെ പറയല്ല മാത്യു, എന്ത് പറ്റി? ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ട് റോട്ടറി ക്ലബ്. ആഴ്ചയിൽ വരുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ മാസത്തിലൊരിക്കൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. എക്സംഷൻ തരാം. ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ വിശ്വാസം അതിനനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് രസം തോന്നുന്നില്ല. പക്ഷെങ്കിൽ എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ്, ആൾക്കാരെ ഒന്നും നഷ്ടപ്പെട്ടില്ല. ഇപ്പോഴും അവരോട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, എല്ലാം. നമുക്ക് ആ ബന്ധങ്ങൾ നഷ്ടപ്പെടത്തില്ല, എന്നാൽ ആ ബന്ധനത്തിൽ നമ്മളാകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പറയാൻ ഒരുപാടുണ്ട്. ആ ലോകത്തിൻ്റെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല. നമ്മൾ അങ്ങനത്തെ ഒരു തീരുമാനമെടുക്കണം. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ കാര്യം. ഹല്ലേലൂയ. സമയക്കുറവുകൊണ്ട് ഞാൻ അവിടെ വിടുക. പക്ഷേ ഒരുപാട് കാര്യം അതിനകത്ത് പറയാനുണ്ട്. അടുത്തത്, ഐ വിൽ റെസ്ക്യൂ ഫ്രം ദ ബോണ്ടേജ്. ഹല്ലേലൂയ. ഈ റെസ്ക്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് വേർഡ് എടുത്ത്, എബ്രായ ഭാഷയിലാണല്ലോ പുറപ്പാട് പുസ്തകം ബൈബിൾ മുഴുവൻ എഴുതിയിരിക്കുന്നത്. റൂട്ട് വേർഡ് എടുത്ത് നോക്കിയാൽ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്ന ഒരാളെന്നർത്ഥം. നമ്മൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുന്ന ഒരാൾ. ദൂരെ നിന്ന് പറയുന്ന ഒരാളല്ല, നമ്മുടെ അടുക്ക വന്ന് നിൽക്കുന്ന ഒരാൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അവനെ അങ്ങ് പൂർണ്ണമായി ചാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണമായി അവനിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശ്യവാക്യം 3 ഇങ്ങനെ പറയുന്നു അല്ലേ? 2:3 നോക്കി. സോറി. സദൃശ്യവാക്യം 2:3-5. ഹല്ലേലൂയ. സ്വന്തം വിവേകത്തിലൂന്നാതെ acknowledge him in everything. He will direct your path. Hallelujah, hallelujah. He will definitely direct our path. Hallelujah. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. റോമാലേഖനം 8:14 പറയുന്നു, ഹല്ലേലൂയ, those who walk according to the spirit are called the sons of God. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്താണ്? അവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അവനിലൊന്ന് ചാരി ആശ്രയിക്കുക. നമ്മുടെ ബുദ്ധിയിൽ ഊന്നാതെ
അവൻ്റെ ബുദ്ധിയിൽ ഊന്നുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടേതായ ജ്ഞാനത്തിൽ പലതും ചെയ്യുവാനായിട്ട് കഴിയുമായിരിക്കും. എന്നാൽ നമ്മുടെ ബുദ്ധിയിൽ ഊന്നുക. നമ്മൾ ഈ വാക്യം എടുത്ത് മെഡിറ്റേറ്റ് ചെയ്യണം. ഭയങ്കര ഡെപ്ത് ഉണ്ട് ഇതിന്. ഹല്ലേലൂയ. ലീൻ നോട്ട് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ്. എന്ന് പറഞ്ഞാൽ നിനക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, നിനക്ക് ദൈവം ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. ബട്ട് യു ആർ നോട്ട് സപ്പോസ് ടു ലീൻ ഓൺ ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ്, but acknowledge him in all your ways. He will direct your paths. Hallelujah. Not your understanding. He will direct your paths. Hallelujah. Hallelujah. അതിനായി നമ്മളെ സമർപ്പിച്ചു പോകുന്ന ഒരു വിശ്വാസ ജീവിതം. Hallelujah. അടുത്തതാണ് എന്താണ്? I will redeem you. ഞാൻ നിന്നെ വീണ്ടെടുക്കും. അങ്ങനെയല്ലേ റോമാലേഖനം 6:6 ഞാൻ നിന്നെ വീണ്ടെടുക്കും. നീട്ടിയ ഭുജം കൊണ്ട് ഞാൻ നിന്നെ വീണ്ടെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മളെ അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്തവനാണ്. ഹല്ലേലൂയ. 1 Corinthians 6:19. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ആ വാക്യം എടുക്കുക. 1 Corinthians 6:19 ഒന്ന് നോക്കാമോ? Hallelujah, hallelujah. Hallelujah. Do you not know that your body is a temple of the Holy Spirit who is in you, whom you are from God, and you are not your own. You are not your own, for you were bought at a price. Therefore glorify God in your body and your soul. ഇതെൻ്റെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ഞാൻ ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ 30 സിഗരറ്റ് വലിക്കുമായിരുന്നു എന്ന്. എനിക്ക് നിർത്തുവാൻ സാധ്യമല്ലായിരുന്നു. ഞാൻ ആദ്യത്തെ എൻ്റെ സ്റ്റെപ്പ് എന്തുവായിരുന്നു അറിയാമോ? പാക്കറ്റ് മേടിക്കുന്നത് നിർത്തി. അത് തോറ്റു, അതും പരാജയപ്പെട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ ഓഫീസിൽ സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇനി അവനോട് പറയാൻ വേണ്ടി ഇപ്പോൾ പോയി മേടിച്ചോണ്ടിരാൻ. പിന്നെ അവൻ്റെ ജോലി ഇത് മാത്രമായി. സത്യമായിട്ട് ഞാൻ പറയുക, എൻ്റെ ഭാര്യ സാക്ഷിയാണ്, എൻ്റെ ജോലിക്കാർ സാക്ഷിയായത്. എന്നാൽ ഒരു ദിവസം, രക്ഷിക്കപ്പെട്ടതിന് ശേഷത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ ഒരു ദിവസം ഞാൻ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വാക്യം പെട്ടെന്ന് എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. യു ആർ നോട്ട് യുവർ ഓൺ. യു ആർ ബോട്ട് അറ്റ് എ പ്രൈസ്. വാട്ട് റൈറ്റ് യു ഹാവ് ഗോട്ട് ടു ഡാമേജ് സംബഡി എൽസ് പ്രോപ്പർട്ടി? വേറൊരാളിൻ്റെ വസ്തു നശിപ്പിക്കാൻ നിനക്കെന്നെ അവകാശമുള്ളൂ. പരിശുദ്ധാത്മാവ് കൃപയാൽ എനിക്ക് ശക്തി തന്നു. അന്നു മുതൽ ഇന്നു വരെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തൊട്ടിട്ടില്ല, എനിക്ക് ആഗ്രഹമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യത്യസ്തനാക്കുന്ന വിശ്വാസം. ഞാൻ വ്യത്യസ്തനായിരുന്നു, വലിയ പരിശുദ്ധനാന്നല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഇനിയും എത്രയോ മേഖലകൾ കടക്കുവാനുണ്ട്. ഹല്ലേലൂയ. അതിനായിട്ടാണ് ഓരോ ദിവസവും കർത്താവ്, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ആയുസ് തരുന്നത്. ഹല്ലേലൂയ. ഇനിയും കറക്റ്റ് ചെയ്യാനുള്ളത് കറക്റ്റ് ചെയ്യാൻ അവസരം തരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് നോക്കിയേ, 7-ാം വാക്യം, I will take you as my people and I will be your God. Hallelujah, hallelujah. ഞാൻ നിന്നെ എൻ്റെ ജനമായിട്ടെടുക്കും, ഞാൻ നിൻ്റെ ദൈവമായിരിക്കും. രക്ഷയുടെ അവസാനം അവൻ രണ്ടാമത് വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ അവനെ, I will see him as he is. Hallelujah. അവനെ അതുപോലെ ഞാൻ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി ഇനിയും ജീവിക്കേണ്ടത് നമുക്കായിട്ടല്ല, നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായിട്ട് ജീവിക്കണം. അതാണ് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച 2 Corinthians 5 നിന്ന് കണ്ടത്. ഹല്ലേലൂയ. നമ്മളിനിയും നമുക്കായിട്ടല്ല, നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായി ജീവിക്കണം. ഹല്ലേലൂയ. ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിക്കുണ്ടാവേണ്ടിയ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാവേണ്ടിയ ഒരു കാര്യമാണിത്. ഹല്ലേലൂയ. ഈ ഒരു ജീവിത ശൈലിയാണ് പ്രസിദ്ധമാകുന്നത്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം അത് പ്രസിദ്ധമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൽ ചില കാര്യങ്ങൾ നേടുവാനായിട്ട് മാത്രമുള്ളതല്ല. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ആശ്രയിച്ച് വചനം വിശ്വസിച്ച് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നടക്കും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിനപ്പുറമായി നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തി നമ്മളിലുള്ള വിശ്വാസം അനേകരെ രൂപാന്തരപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഇത് പോയി മെഡിറ്റേറ്റ് ചെയ്യണം. ഞാൻ കുറേ കൂടെ പറയണമെന്ന് വിചാരിച്ചത്, എന്നാൽ അഗെയിൻ ക്ലോക്ക് എന്നെ വാൺ ചെയ്യുക. എങ്ങനെ ഈ വിശ്വാസം നമുക്ക് കിട്ടും?
ഹല്ലേലൂയ. ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകം ഹബക്കൂക്ക് 2-ാം അധ്യായം നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം അതിനകത്തുണ്ട്, 2:5. എന്താണ്? പെട്ടെന്ന് പറയാമോ? എൻ്റെ നീതിമാൻ just shall live by faith. ഹല്ലേലൂയ. ഹബക്കൂക്ക് പക്ഷേ എങ്ങനെയാണ്, എപ്പോഴത് നമ്മൾ പലപ്പോഴും ഈ വാക്കെടുത്ത് ഉപയോഗിക്കുക. എന്നാൽ നമ്മൾ ഈ ഹബക്കൂക്ക് ഇത് പറയാനുണ്ടായ സാഹചര്യം നമ്മൾ നോക്കണം. ഹബക്കൂക്കിൻ്റെ പുസ്തകം നമ്മൾ നോക്കിയാൽ 2ആയിട്ട് നമ്മൾ തിരിക്കാം, അല്ലേ? ഹബക്കൂക്കിൻ്റെ 1-ാം അധ്യായം നോക്കുമ്പോൾ ഹബക്കൂക്ക് ഇങ്ങനെ മൊത്തം കംപ്ലൈൻറ്റാണ് ദൈവത്തോട്. അങ്ങോട്ട് നോക്കിക്കേ, ഇസ്രായേലിനെ നോക്കിക്കേ, ദുഷ്ടനെ നോക്കിക്കേ, എന്താണ് ഇതെന്ന് കംപ്ലൈൻറ്റ് പറയുക. എന്നാൽ 2-ാം അധ്യായം തുടങ്ങുമ്പോൾ ഹബക്കൂക്ക് പറയുന്ന ഹബക്കൂക്കിൻ്റെ ലാംഗ്വേജും ഹബക്കൂക്കിൻ്റെ ഇത് മാറി. ഹബക്കൂക്ക് പറയുക, 2:1 വായിക്കാമോ? കണ്ടോ? I will stand my watch and set myself on the rampart and watch to see what he will say to me and what I will answer when I am corrected. ഹബക്കൂക്ക് പരാതി നിർത്തിയിട്ട് ദൈവസേനയിൽ നിന്നിട്ട് പറയുക, ഞാൻ ഇനിയും നിന്റെ സന്നിധി നിൽക്കാൻ പോവാ, നീ എന്തോവാ പറയുന്നതെന്ന് കേട്ടിട്ട് ഞാനൊന്ന് കറക്റ്റഡ് ആവാൻ വേണ്ടി. ഹബക്കൂക്കിൻ്റെ ആദ്യം മുഴുവൻ ഈ ദേശത്തിനെ പറ്റിയാണ്, അവൻ്റെ ജാതിയെ പറ്റിയാണ്, എന്തായിത്തീരും എന്നുള്ളതായിരുന്നു. അപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമാണ്, റൈറ്റ് ഡൗൺ. അവൻ്റെ ദർശനം കൊടുത്തു. ദർശനം കൊടുത്തിട്ട് എന്താണ്, എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് 4-ാമത്തെ വാക്യം വരുമ്പോൾ പറയുക, എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നിവർത്തിക്കുന്നിടം വരെ നീ ഈ വിശ്വാസത്തിൽ, ഞാൻ ഈ പറഞ്ഞത് വിശ്വസിച്ചങ്ങ് ജീവിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കപ്പോൾ എന്താണ്, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നയിക്കപ്പെടണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മുടെ പരാതികൾ അവസാനിപ്പിച്ചിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് കേട്ട് അവരിൽ നിന്നൊരു ദർശനം പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മൾ അബ്രഹാമിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഇത് നമ്മൾ വിചാരിക്കും അബ്രഹാം അങ്ങ് അനുസരിച്ചതാണെന്നല്ല. അബ്രഹാമും ഇതുപോലൊരു ദർശനം കണ്ടു. എന്താണ് അബ്രഹാം ശരിക്കും പറഞ്ഞാൽ യേശു ക്രൂശിൽ മരിക്കുന്നത് വരെ കണ്ടു. ഞാൻ കള്ളം പറയുമല്ല, യേശു പറഞ്ഞു. എന്താണ്? പെട്ടെന്ന് പറയാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, നിങ്ങളിത് ഈ വാക്യങ്ങൾ വീട്ടിൽ പോയി മെഡിറ്റേറ്റ് ചെയ്യണേ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56-ാമത്തെ വാക്യം. 8:56. കണ്ടോ? യേശു പറഞ്ഞു, യുവർ ഫാദർ അബ്രഹാം റിജോയ്സ് ടു സീ മൈ ഡേ ആൻഡ് സോ ഇറ്റ് ആൻഡ് വാസ് ഗ്ലാഡ്. മൈ ഡേ എന്താണ്? മൈ ഡേ, കർത്തൃദിവസം. ഹല്ലേലൂയ. യേശു ക്രൂശിൽ മരിക്കുന്നത് അവൻ കണ്ടു. അവനത് കണ്ടു, വിശ്വാസത്തിൽ കണ്ടു. ദൈവം അബ്രഹാമിന് ഇത് പറഞ്ഞു കൊടുത്തിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പുതിയ നിയമത്തിലെ പഴയ നിയമത്തിൻ്റെ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് അവൻ വിശ്വസിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസ ജീവിതം. നമ്മളിത് 6-ാം അധ്യായം പുറപ്പാട് പുസ്തകം കണ്ടെങ്കിലും നമ്മൾ ഇതുകൊണ്ട് ദൈവസേനയിൽ ഇരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കിത് വെളിപ്പെടുത്തി തരും. ഇതിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആ വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ വാക്യം ബൈബിളിൽ വേറെ എവിടെയൊക്കെ ഉണ്ടെന്നറിയോ? എത്ര സ്ഥലത്തുണ്ടെന്നറിയോ? ചുമ്മാ ഒരു ക്വിസ് ചോദിക്കാം. പിള്ളേർ യൂത്തിനൊരു ക്വിസ് അടുത്ത ആഴ്ച നിങ്ങൾ നോക്കിയാലും മതി. ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത് എന്ന് ബൈബിളിൽ എത്ര സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്? നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് വചനത്തിൽ എത്ര സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്? ഓക്കെ, 3 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. എവിടാന്ന് കണ്ടുപിടിച്ചോ? അതാ ക്വിസ്. റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ട് നീതിയെപ്പറ്റി പറഞ്ഞ പുസ്തകമായ റോമാലേഖനത്തിൽ നീതിമാൻ ആരാന്ന് പറയുക, ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞ ഗലാത്യ ലേഖനത്തിൽ ജീവിക്കുന്നതിനെ പറ്റി പറയുക, വിശ്വാസത്തിനെ പറ്റി പറയുന്ന എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തിനെ പറ്റി പറയും.
പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ടാണ് അത് പ്രോഗ്രാം ചെയ്ത് എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നോക്കണം കേട്ടോ, യൂത്ത് വീട്ടിൽ പോയി നോക്കണം. അടുത്ത യൂത്ത് മീറ്റിങ്ങിന് പാസ്റ്ററിനെ ചോദിക്കണേ എവിടാന്ന്. ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത് ഏതൊക്കെ സ്ഥലത്താണ്. ഞാൻ ബുക്കും പറഞ്ഞു തന്നു, നീ എളുപ്പമാണ് നിങ്ങൾക്ക് നോക്കാൻ. റോമർ, ഗലേഷ്യൻസ്, ഹീബ്രു. ഹല്ലേലൂയ. ഹീബ്രുവിൻ്റെ ഞാനിപ്പോൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം കൂടെ നോക്കിയാൽ മതി. കാര്യം അത് പറയേണ്ട ആവശ്യമുണ്ട്. എപ്പോൾ വരെ വിശ്വാസം വേണം എന്നും കൂടെ നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇബ്രായ ലേഖനം 10-ാം അധ്യായം 35 തൊട്ട് വായിച്ചാൽ നമുക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലാവും. ഹീബ്രു 10:35-38. ആ മതി. കണ്ടോ, വിശ്വാസ ജീവിതത്തിൻ്റെ ആവശ്യം രക്ഷിക്കപ്പെട്ടതിന് ശേഷം വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. അവിടം വരെ എത്താൻ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു ഭയങ്കര പ്രത്യാശയല്ലേ, ഹോപ്പ് ഉണ്ടാവുക. ഹോപ്പ് എന്താണ്? ഒരു സമയത്ത് ഒരു ദിവസം അവൻ വരും, എന്നെ ചേർക്കും. ഈ ഹോപ്പിൽ ജീവിക്കുന്നത് വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ. അങ്ങ് വരെ എത്തണമെങ്കിൽ വിശ്വാസത്തിൽ ജീവിക്കണം. അപ്പൊ വിശ്വാസത്തിൻ്റെ ആവശ്യം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പിന്മാറിപ്പോകാതെ അവൻ വരുന്നത് വരെ എത്തുവാൻ വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. കാര്യം കണ്ടു കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണാത്ത കാര്യത്തിനെ കുറിച്ചുള്ള നിശ്ചയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ഹല്ലേലൂയ, വിശ്വാസം. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്തിൻ്റെ ആവശ്യകത ഇവിടം വരെ പോകാനുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ ചുരുക്കത്തിൽ വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങളിൽ പറഞ്ഞു. ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, പുറപ്പാട് പുസ്തകം 6 വായിക്കണം ശരിക്കും, പിന്നെയും പോയിട്ട്. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ലോകം നമ്മളെ കാണുമ്പം ഒരുപാട് മാറ്റങ്ങൾ വരും. കർത്താവിൻ്റെ കൃപയിൽ അങ്ങനെ പറയാൻ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, എന്നാൽ സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളെക്കുറിച്ച് ലോകർ പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ അക്കാഡമിക്കോ ക്വാളിഫിക്കേഷനോ ഒന്നും ആയിരിക്കത്തില്ല, മറിച്ച് അവൻ്റെ വിശ്വാസം. ഇത് പറയത്തക്കവണ്ണം നമ്മളെ വളർത്തണമേ, എന്നിലുള്ള വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ എന്നെന്നും നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിൽ കൂടി റോമാക്കാർക്കും തെസ്സലോനിക്കക്കാർക്കും ലേഖനം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് പറയുവാണ്, നിങ്ങളുടെ വിശ്വാസം ഈ ലോകം മുഴുവൻ, മക്കെദോനിയയിലും അക്കയിലും മാത്രമല്ല, എവറി പ്ലേസ് നമ്മളെക്കുറിച്ചും ഒരു ലേഖനം പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ ഇങ്ങനെ പറയണം, നിങ്ങളുടെ വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിഡ്നിയിൽ മാത്രമല്ല, ഓസ്ട്രേലിയയിൽ മാത്രമല്ല, ലോകം മുഴുവൻ. ഹല്ലേലൂയ. അതിനായിട്ട് നമ്മൾ ശ്രമിക്കണ്ട, മറിച്ച് നമ്മൾ യഥാർത്ഥ രക്ഷയിൽ, യഥാർത്ഥ വിശ്വാസത്തിൽ ആയിത്തീരുമ്പോൾ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അനേകരിലെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ, അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയുള്ളവനായിരുന്നു എന്നല്ല പിന്നെ പറയുന്നത്, നമ്മൾ എങ്ങനെയുള്ളവനാണ് എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് സംസാരിക്കുവാൻ തന്ന ഈ അവസരത്തിനായി ഞാൻ ദേവദാസനും സഭയ്ക്കും നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം.